എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബോണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹെൽമെറ്റ്, അതായത് ഒരു മോട്ടോർ സൈക്കിൾ ആക്സസറീസ് ഒക്കെ വയ്ക്കുന്നൊരു ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഹെൽമെറ്റിൻ്റെ പ്രൈസ്, അതേപോലെ തന്നെ വേറെ ബാക്കിയുള്ള ആക്സസറീസിൻ്റെയൊക്കെ പ്രൈസ് അറിയാനായിട്ട് നമ്മളൊരു ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് തിരുവല്ലയിലുള്ള മോട്ടോറെവ്സ് എന്ന് പറയുന്ന ഷോറൂമിലാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഷോറൂമിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഈ ഒരു ഏരിയയിൽ ചെയ്തേക്കുന്നത് 899 മുതൽ 4000 വരെയാണ് ഈ ഏരിയ ചെയ്തേക്കുന്നത്. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ മാവോക്സ് വരുന്നുണ്ട്. ഹൗസ് ഈ ഒരു മോഡലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റഡ്സൊക്കെ വരുമ്പോഴേക്കും ഒരു 900 റേഞ്ച് തൊട്ട് മേലോട്ട് ഒരു 2225 ആ റേഞ്ച് വരെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ വെഗയുടെ ഹെൽമെറ്റ്സ് ചെയ്തിട്ടുണ്ട്. വെഗയുടെ ഏറ്റവും പുതിയ സാധനമാണ് ബോൾട്ടിൻ്റെ ബണ്ണി എന്ന് പറഞ്ഞ മോഡൽസ് ആയിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ബ്ലാക്കുകളും ഉണ്ട്, കളർ സ്കീം ഉള്ളതും വരുന്നുണ്ട്. പിന്നെ THH വരുന്നുണ്ട്. THHൻ്റെ 3392. ഇതിനൊക്കെ നമ്മൾ ഓരോ സമയത്തും അതിനൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനും ഓഫറുകൾ വരുന്നുണ്ട്. പിന്നെ THHൻ്റെ പല മോഡലുണ്ട്. THHൻ്റെ ബാക്കിൽ ലൈറ്റുള്ള മോഡൽസ് വരുന്നുണ്ട്. പിന്നെ ലൈറ്റുള്ള മോഡൽ പല പ്രൈസ് വരുന്നുണ്ട്. ഇതിന് 3390 ഈ റേഞ്ച് വരുന്നത്. പിന്നെ ഷട്ട്സിൻ്റെ തണ്ടറിൻ്റെ കുറേ ഗ്രാഫിക്സ് ഇരിപ്പുണ്ട്. തണ്ടറിൻ്റെ D9 ഏറ്റവും പുതിയ ഗ്രാഫിക്സ് വരുന്നുണ്ട്. D9 വരുന്നുണ്ട്. ജോക്കർ D9 വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷിഫ്റ്ററിൻ്റെയും ഏറ്റവും പുതിയ ഗ്രാഫിക്സ്. ഷിഫ്റ്റ് വരുമ്പോൾ ഡബിൾ വൈസർ വരുന്ന ഹെൽമെറ്റാണ്. ഇതിൽ ഏറ്റവും പുതിയ മോഡലായിരിക്കും, D5 എന്ന് പറഞ്ഞ മോഡലായിരിക്കുന്നത്. പിന്നെ ഫ്ലിപ്പ് ചെയ്യുന്ന തണ്ടറിൻ്റെ ഷട്ട്സിൻ്റെ തന്നെ ഫ്ലിപ്പ് ചെയ്യുന്ന മോഡലൊക്കെ ഇരിപ്പുണ്ട്. ഫ്ലിപ്പ് ചെയ്യുന്ന മോഡൽ ഇരിപ്പുണ്ട്. വെഗയുടെ ഉണ്ട്, അതിൻ്റെ വെഗയുടെ ഇരിപ്പുണ്ട്, കളക്ഷൻ ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു ആക്സിസ്, ഏറ്റവും പുതിയ മോഡലായിട്ട് ആക്സിസാണ്. ആക്സിൻ്റെ ഈ ഒരു 4000 റേഞ്ച് ആയിരുന്നു നേരത്തെ. അതിലിപ്പോൾ അവർ ഈ ഒരു മോഡലിൽ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞൊരു മോഡലിൽ 2950 ഗ്രാഫിക്സ് ഉള്ളത് വരുന്നുണ്ട്. പിന്നെ സ്റ്റീൽ ബേഡ് വരുന്നുണ്ട്. സ്റ്റീൽ ബേഡ് SA2 വരുന്നുണ്ട്. അതിൻ്റെ കളറുള്ളതും ബ്ലാക്കും വരുന്നുണ്ട്. പിന്നെ ആക്സർ വരുന്നുണ്ട്. ആക്സർ 3410. ആക്സറിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട്. ആക്സറിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡലാണ് റേഞ്ച്. അല്ലാത്ത ഡുവലൈസറുള്ള വേറെ മോഡലും വരുന്നുണ്ട്. ഇത് സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നുണ്ട്. പിന്നെ LS2 ഇത് ഏകദേശം 4750 റേഞ്ചാണ്. സ്റ്റാർട്ടിംഗ് റേഞ്ചാണ് ഇതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അതിന് ഓഫർ ഇട്ടിട്ടുണ്ട്. ഓഫർ എന്നിട്ടൊരു 3500 റേഞ്ച് ഓഫർ വരുന്നുണ്ട് അതിന്. പിന്നെ അത്രയും കളക്ഷൻസാണ് ഈ ഒരു ഏരിയ വന്നേക്കണം. കളർ വ്യത്യാസം, ഗ്രാഫിക്സ് വ്യത്യാസമുണ്ട്. അതിൻ്റെ ഫോൺസാണ് ഇത്രയും വന്നേക്കുന്നത്. പിന്നെ ഓപ്പൺ ഫേസ് വരുന്നുണ്ട്. ഓപ്പൺ ഫേസ് ഏകദേശം 900 റേഞ്ച് തൊട്ട് മേലോട്ട് വരുന്നുണ്ട്. അതും ഷട്ട്സ് ഉണ്ട്, വെഗയുണ്ട്, പിന്നെ മാവോക്സ് ഉണ്ട്, THH വരുന്നുണ്ട്. THHൻ്റെ ഓപ്പൺ ഫേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓപ്പൺ ഫേസ് വേറെ ഏരിയയിലും ഉണ്ട്. ഓപ്പൺ ഫേസ് പിന്നെ നമുക്കൊരു 3000 റേഞ്ചിലും തൊട്ടങ്ങോട്ട് 7000 റേഞ്ചൊക്കെ ഓപ്പൺ ഫേസും വരുന്നുണ്ട്, പല വരുന്നുണ്ട്. പിന്നീട് വരുന്ന SMK വരുന്നുണ്ട്. SMK 4300 റേഞ്ച് ആയിരുന്നു. SMKയുടെ വേറെ ഗ്രാഫിക്സുകളുണ്ട്. ഇതെല്ലാം 4300 റേഞ്ച് ആയിരുന്നു. പിന്നെ NSK ഉണ്ട്. അപ്പോൾ ഈ റേഞ്ച് ഹെൽമെറ്റൊക്കെ എന്നാ വില വരുന്നത്? റൈഡെക്സ് വരുന്നത് 4590 വരും. റൈഡെക്സിൻ്റെ മോഡൽ സൈഡിരിക്കുന്നതെല്ലാം ഇതെല്ലാം. പിന്നെ നമുക്ക് NSK വരുന്നുണ്ട്. NSK 2 മോഡലാണ് വരുന്നത്. ഈ ഒരു മോഡൽ വരുമ്പോഴേക്കും 4290 വരും. കളർ വരുന്നത് കളറല്ല, ഗ്രാഫിക്സ് ആണ്. പിന്നെ അടുത്ത മോഡൽ 2 മോഡലാണ്. ഇത് റേസ് എന്ന് പറഞ്ഞ മോഡൽ, ഇത് ടെർമിനേറ്റർ എന്ന മോഡലാണ്. ഗ്രാഫിക്സ് ഒരേപോലെ തന്നെ പോകുന്നുണ്ട്. അല്ല, പക്ഷേ ഗ്രാഫിക്സ് വ്യത്യാസമുണ്ട്. 2 മോഡലാണ് വന്നേക്കുന്നത്. ഇത് വന്നിട്ട് 5290 വരും. NSK തന്നെ ഈ മോഡൽ വരുന്നത്. അതിൻ്റെ വേറെ ഗ്രാഫിക്സുകളൊക്കെ വരുന്നുണ്ട്. ഇതായിട്ടുള്ളതെല്ലാം അറേഞ്ച് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് LT വരുന്നുണ്ട്. MT സ്റ്റിങ്ങർ വരുന്നുണ്ട്. സ്റ്റിങ്ങർ MTയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ 5250 വരും. പിന്നെ ഹമ്മറുണ്ട്. ഹമ്മർ ഏറ്റവും പുതിയ മോഡലാണ് ഹമ്മർ എന്ന് പറയുന്നത്. ഈ ഇരിക്കുന്നതെല്ലാം ഹമ്മറാണ്. അതായത് ഇവിടുന്ന് കൂടി അങ്ങോട്ടെല്ലാം കൂടി ഇതും സെയിം പ്രൈസാണ്. രണ്ടും സ്റ്റിങ്ങർ ഹമ്മർ സെയിം പ്രൈസാണ്. 5250 ആണ്. അതിൻ്റെ ഗ്രാഫിക്സുകൾ വ്യത്യാസം ഉണ്ടെന്നുള്ളത് എല്ലായിരിക്കും. ഇതെല്ലാം ആ ഒരു റേഞ്ച്. ഹമ്മർ വരുമ്പോഴേക്കും ബാക്കിൽ സ്പോയിലർ വരുന്നുണ്ട്. റിമൂവബിൾ സ്പോയിലറാണ് വരുന്നത്. ഊരി ഫിക്സ് ചെയ്യാവുന്ന സ്പോയിലറാണ് വരുന്നത്. സ്റ്റിങ്ങർ പക്ഷേ ആ ഒരു ഫിക്സ്ഡ് വരുന്ന ചെറിയ സ്പോയിലർ പോലെ വരുന്ന മോഡലാണ് സ്റ്റിങ്ങർ വരുന്നത്. ഇതെല്ലാം ഗ്രാഫിക്സ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പം ഇപ്പോൾ ഉള്ള എല്ലാ ഗ്രാഫിക്സുകളും, അതായത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗ്രാഫിക്സും ഉണ്ട് നമ്മൾ. പിന്നെ ഈ ഹെൽമെറ്റൊക്കെ ഏത് റേറ്റാണ്? 5000 റേഞ്ച് അകത്താണെങ്കിൽ ആക്സറിൻ്റെ അപ്പെക്സ് വരുന്നുണ്ട്. അപ്പെക്സിൻ്റെ തന്നെ കുറേ ഗ്രാഫിക്സ് വരുന്നുണ്ട്. അപ്പെക്സിൻ്റെ തന്നെ ഏറ്റവും പുതിയ ഗ്രാഫിക്സ് 100 വരുന്നുണ്ട്. പിന്നെ ഏറ്റവും പുതിയ ഗ്രാഫിക്സ് ഇതാ റേസർ എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ 3 കളർ വരുന്നുണ്ട്. അവസ്ഥയുമാണ് കളർ വരുന്നുണ്ട്.
അതായത് ഇതെല്ലാം ഒന്ന് അതെല്ലാം വേറെ ഗ്രാഫിക്സ് വ്യത്യാസമുണ്ട്. റെഡ് ഉണ്ട് അതിൻ്റെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടർബൈൻ എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് ഉണ്ട്. ടർബൈൻ വേറെ ഗ്രാഫിക്സ് വന്നേക്കുന്നത്. പിന്നെ വിബിഡുണ്ട്. ഇതെല്ലാം ഈ റേഞ്ച് അതെല്ലാം ഒരു റേഞ്ച് വരും. പിന്നെ ഈ ഏരിയയിൽ സോൾ ഇരിപ്പുണ്ട്. സോളിന്റെ സ്റ്റാർട്ടിംഗ് മോഡൽ ഇരിപ്പുണ്ട്. അതെങ്ങനെ സ്റ്റാർട്ട് 6290 വരും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബാക്കി ലൈറ്റ് വരുന്ന ടൈപ്പാണോ? ഇത് ലൈറ്റ് വരുന്നതല്ല. ഇത് ലൈറ്റ് വരുന്നതിന്റെ മുകളിലത്തെ മോഡലാണ്. ഇത് സ്റ്റാർട്ടിംഗ് മോഡലാണ്. പിന്നെ അതും സോളിന്റെ തന്നെ സെയിം മോഡൽ. നമ്മൾ അപ്പുറത്ത് വരുന്നത് അടുത്ത മോഡൽ MGയുടെ തണ്ടർ എന്ന് പറയും. സോറി ടാർഗോ എന്ന് പറയും. ടാർഗോ വന്നിട്ട് 5750. പക്ഷേ ഇതിന്റെ പുതിയ മോഡൽ വന്നിട്ടുണ്ട്. പുതിയ മോഡൽ വരുമ്പോഴേക്കും ബാക്കിൽ സ്പോയിലൊക്കെ വെച്ചിട്ട് ടാർഗോ പ്രോ എന്ന് പറഞ്ഞ മോഡൽ വന്നിട്ടുണ്ട്. ഇത് ടാർഗോ പ്രോ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ മോഡലായത്. അതിന്റെ പുതിയ മോഡലാണ്. ഇതിന് ബാക്കിലെ സ്പോയിലെല്ലാം വന്നിട്ട് പാഡിങ് വ്യത്യാസമൊക്കെ വരുത്തി വന്നേക്കുന്ന ടാർഗോ പ്രോ എന്ന് പറഞ്ഞ മോഡൽ. ഇതിന്റെ റേറ്റ് എത്ര ആയിരുന്നു? ഇതിന്റെ റേറ്റ് വന്നിട്ട് 6250 വരും. ആ ഒരു മോഡൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് തണ്ടർ റേഞ്ച് വരുന്നത്. ആ റേഞ്ച് MGയുടെ ഡ്യുവലൈസർ വരുന്ന മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തണ്ടറിലായിരുന്നു. ഇതെല്ലാം അങ്ങനെ തന്നെ അതേ പ്രൈസ്, ഗ്രാഫിക്സ് മാത്രമേ വ്യത്യാസം. അടുത്ത മോഡൽ ഇത് അവിടെ ഡ്യുവലൈസറുള്ള അടുത്ത മോഡലാണ്. ബ്ലേഡ് ടു എന്ന് പറഞ്ഞ മോഡൽ വരുന്നത്. ബ്ലേഡ് 8350 വരുന്നത്. 8350. ഇതിന് ഡ്യുവലൈസർ വരുന്ന മോഡലാണ് വരുന്നത്. ഇതെല്ലാം ആ ഒരു റേഞ്ചാണോ? ഈ ഇരിക്കുന്നതെല്ലാം ആ റേഞ്ച് തന്നെയാണ്. പിന്നെ നമ്മളെ കാണിച്ച ബ്ലേഡിന്റെ തൊട്ട് താഴെ വരുന്ന മോഡലാണ് ഇത്. റിവെഞ്ച് 2 എന്ന് പറയും. താഴെ വരുന്നത് 7900 വരും. 7900 വരുന്ന മോഡലായിരുന്നു. അകത്ത് വൈസർ വരുന്നത്. അതായത് ഇതിന് സിംഗിൾ വൈസറാണ് ഈ ഒരു മോഡലിന്. മുമ്പേ 2 മോഡലും ഡുവൽ വൈസറാണ്. ഈ ഹാഫ് ഐസ് ഹെൽമെറ്റിന്റെ ഹാഫ് ഐസ് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ടൊരു അവിടെ നമ്മളൊരു 3000 ആ റേഞ്ച് വരെ ആണെങ്കിൽ അതിന് മേലോട്ടുള്ള ഹെൽമെറ്റുള്ള ഇതെല്ലാം വരുന്നത്. LS2 ഒക്കെ 4800 വരുന്നുണ്ട്. 600. പിന്നെ ഇത് അകത്ത് വൈസർ വരുന്ന മോഡലാണ്. പുറത്തായിട്ട് വൈസർ ഇല്ല അകത്തായിട്ട് 5090 വരും. പിന്നെ സോളിന്റെ വരുന്നുണ്ട് 5690 സോളിന്റെ ഹെൽമെറ്റുകൾ വരുന്നുണ്ട്. ഹാഫ് പീസ് വരുന്നുണ്ട്. താഴെ ഇരുന്ന് അത് പല മോഡലിൽ STC ഉണ്ട്. STCയുടെ മാക്സ് IS മാക്സ് എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട്. അത് ഫ്ലിപ്പ് ചെയ്യുന്ന മോഡലാണ്. അതൊരു 15000 റേഞ്ച് വരുന്ന മോഡലുകളാണ് വരുന്നത്. 15000. പിന്നെ MGയുടെ തന്നെ വേറെ ലൈറ്റ് വെയിറ്റുള്ള മോഡലുണ്ട്. പിന്നെ വെയിറ്റ് കുറവാണ്. വെയിറ്റ് മറ്റേ കണ്ടത് കുറച്ചുകൂടെ വെയിറ്റ് കുറവാണ്. റാപ്പിഡ് എന്ന് പറഞ്ഞ മോഡലാണ്. 10750 റേഞ്ച് വരുന്ന മോഡൽ വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടിയ മോഡൽ ഏതായിരിക്കും? ഏറ്റവും കൂടിയ മോഡൽ നമ്മുടെ ഇപ്പം 8GB ഒക്കെ വരുമ്പോഴേക്കും പല പ്രൈസ് വ്യത്യാസം വരും. ഇപ്പൊ ഒരു ബെല്ലിന്റെ മോഡലൊക്കെ ഇരിപ്പുണ്ട്. 18500 റേഞ്ച് വരുന്ന മോഡൽ ഇരിപ്പുണ്ട്. പിന്നെ LS2ന്റെ തന്നെ വെയിറ്റ് കുറവുള്ള മോഡൽസ് വരുന്നുണ്ട്. കാർബൺ ഫൈബർ ആണ്. ഇതിന് ഭയങ്കരമായിട്ട് വെയിറ്റ് വ്യത്യാസമുണ്ട്. 17500 റേഞ്ച് കാർബൺ ഫൈബർ വരുന്നുണ്ട്. പാഡിങ് എല്ലാം എല്ലാത്തിൻ്റെ നല്ല പാഡിങ് ഒക്കെ തന്നെ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്. ഇതൊക്കെ എമർജൻസി പുള്ളോട് കൂടിയ പാഡിങ് ആണ് വന്നിരിക്കുന്നത്. നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഇത് ആദ്യം ഊരിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഹെൽമെറ്റ് എടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അതുകൊണ്ട് എമർജൻസി പുള്ളാണ് വരുന്നത്. പിന്നെ അകത്ത് സെക്കൻഡ് വൈസർ കളറാണ്. റെയിൻബോ മോഡലാണ്. പിന്നെ ഫ്ലിപ്പ് ചെയ്യുന്ന മോഡൽ വരുന്നുണ്ട്. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് വന്നിട്ട് 9000 ആണ്. 9000. അതുപോലെ തന്നെ നമ്മൾ അവിടെ കണ്ട സോളിൻ്റെ ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് കളർ വരുന്നുണ്ട്. പിന്നെ സോളിൻ്റെ ഓഫ് റോഡുകൾ, LS2ന്റെ ഡ്യുവൽ സ്പോട്ട്. ജാക്കറ്റിന്റെ പ്രൈസ് ഒക്കെ എന്ന് പറയാം. ജാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സ്കിമിറ്ററിന്റെ ഈ ഒരു മോഡലാണ്. സ്കിമിറ്ററിന്റെ ലെവൽ 1 വരുന്ന മോഡലായിരുന്നു. വേറെ കളർ വരുന്നുണ്ടോ? അതിന്റെ വേറെ ഇപ്പൊ ഈ ഒരു റേഞ്ചിൽ ഇത് മാത്രമേ വരുന്നത്. കാരണം അവര് ലെവൽ 2 ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡൽ. അതായത് അത് പുതിയ അപ്ഗ്രേഡ് വന്നേക്കുന്നത് ലെവൽ 2 ആണ്. പാഡിങ് അത് 5000 ആക്കിയിട്ടുണ്ട് ഈ ഒരു മോഡൽ വരുന്നത്. ഇതും ലെവൽ 1 വരുന്ന മോഡൽ. XTSന്റെ ഒരു മോഡലാണ്. ഇത് ലെവൽ 1 ആണ് വരുന്നത്. പിന്നെ ലെവൽ 2 നമുക്കൊരു 5750 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5750 റേഞ്ചിൽ റൈനോക്സിന്റെ മോഡൽ വരുന്നുണ്ട്. റൈനോക്സിന്റെ എയർ ജിറ്റി എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ലെവൽ 1 പാഡിങ്ങും ലെവൽ 2 പാഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പാഡിങ്ങിന്റെ വ്യത്യാസം, പാഡിങ്ങിന്റെ ക്വാളിറ്റി വ്യത്യാസം, പാഡിങ്ങിന്റെ തിക്നെസ് വ്യത്യാസം. പിന്നെ നമ്മളാ കാണിച്ച മെട്രോ മോഡലിനകത്ത് ഈ റെയിൻ ലെയർ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ വന്നിട്ട് റൈനോസിൽ അവരിപ്പോൾ റെയിൻ ലെയറും ടെർമിൻ ലെയറും ഒഴിവാക്കിയിട്ടുണ്ട്. വില കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ഓപ്ഷനാണ്, നമുക്ക് വേണേൽ വാങ്ങിച്ചിടാം. അല്ലെങ്കിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ മോഡലുണ്ട്. സ്കൂട്ടറിന്റെ മോഡൽസൊക്കെ സ്കൂട്ടറിന്റെ ഈ മോഡൽസൊക്കെ ലെവൽ 2 ആകുമ്പോൾ അതിന് റെയിൻ ലെയറും ടെർമിൻ ലെയറും എല്ലാം വരുന്നുണ്ട്. ഈ ഒരു മോഡൽ അകത്ത് വരുന്നുണ്ട്. അത് 6000 റേഞ്ചാണ് വരുന്നത്. ഈ ഒരു മോഡലെല്ലാം അങ്ങനെ തന്നെ വരുന്ന മോഡൽസാണ്. പിന്നെ
BBG വരുന്നുണ്ട്. BBGയുടെ ഈ ഒരു മോഡലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മെട്രോ ഈ മോഡലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര രൂപ വരുന്നത്? ഇത് വന്നിട്ട് 5000 റേഞ്ച്, ആ റേഞ്ച് തന്നെയാണ് വരുന്നത്. 6000 5000 റേഞ്ചാണ് വരുന്നത്. പിന്നെ അവരുടെ തന്നെ വേറെ മോഡൽസുകളുണ്ട്. ഈ ഒരു മോഡൽ വരുന്നുണ്ട്, ലെവൽ 2 പാഡിങ് വരുന്നത്. നമുക്ക് ലെവൽ 2 പാഡിങ് ഒക്കെ വരുന്നത് ആ ഒരു 6000 തൊട്ട് നമുക്കൊരു ഇപ്പോൾ ഒരു 15,000 റേഞ്ച് വരെ 11,000 റേഞ്ച് വരെ കിടപ്പുണ്ട്. ഓക്കെ. ജാക്കറ്റ് പിന്നെ അസ്ട്രയുടെ ഈ ഒരു മോഡൽ വരുന്നുണ്ട്, ഈ നെംസിസ് എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട്. ഇതിനകത്ത് 7,950 റേഞ്ച് ആണ്, 7,950 റേഞ്ച് ലെവൽ 2 ആണ് വരുന്നത്. പിന്നെ അവരുടെ ഈ ഒരു മോഡലും പറഞ്ഞുണ്ട്. മറ്റേ റെയിൻ കവർ പോലെ അതൊക്കെ വരുന്നുണ്ടോ? ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. ഹീലിയോസ് വരുന്നുണ്ട്. ഹീലിയോസ് വരുമ്പോൾ 8,850 വരുന്നത്, രണ്ട് മോഡലാണ് വരുന്നത്. ഇതിൽ പിന്നെ ഹീലിയോസ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചെസ്റ്റിൽ പാഡിങ് ആഡ് ചെയ്യാം, ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പാഡിങ് ആഡ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയിൻ ലെയറും തെർമൽ ലെയറും വരുന്നുണ്ട്, തന്നെ വരുന്നുണ്ട്. ഈ റൈഡിംഗ് ബാൻസ് ഒക്കെ എങ്ങനെയാണ്? റൈഡിംഗ് ബാൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്കിമിറ്ററിന്റെ മാസം എന്ന് പറഞ്ഞൊരു മോഡലാണ്, 5999. ഇതൊരു ലെവൽ 1 വരുന്ന പാൻസാണ് വരുന്നത്, പാഡിങ് വരുന്നത്. പിന്നെ ലെവൽ 2 ഉണ്ട്. ലെവൽ 2 അവരുടെ തന്നെ ജുപ്പിറ്റർ എന്ന മോഡലുണ്ട്, സ്കിമിറ്ററിന്റെ തന്നെ. അത് 6999 വരും, അത് ലെവൽ 2 വരുന്നത്. ഇതിനകത്ത് നമ്മുടെ ജാക്കറ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് റെയിൻ ലെയർ മാത്രമേ ഉള്ളൂ സ്റ്റാർട്ടിംഗ് മോഡലിൽ. റെയിനും തെർമലും ഉണ്ട്, എല്ലാം അത്യാവശ്യമാണ്, നമുക്ക് ഊരി മാറ്റാവുന്ന ടൈപ്പാണ്. പിന്നെ നമ്മുടെ ഇതിൽ കിടക്കുന്നത് അസ്ട്ര കിടപ്പുണ്ട്. അസ്ട്രയുടെ ഈ ഒരു മോഡൽ കിടപ്പുണ്ട്, ഒഡീസി എന്ന മോഡൽ കിടപ്പുണ്ട്. അത് ഈ റെയിൻ ലെയർ എക്സ്ട്രാ ആയിട്ട് തരുന്നതാണോ? ഇതിന്റെ പുറത്താണ്, തെർമൽ ലെയർ അകത്തും റെയിൻ ലെയർ പുറത്താണ്. ഇതിന് 7,950 റേഞ്ച്, ലെവൽ 2 ആണ്. ലെവൽ 2 പാഡിങ് ഒക്കെ. ടാങ്ക് ബാഗ് ഒക്കെ എങ്ങനെയാണ് റേഞ്ച് വരുന്നത്? ടാങ്ക് ബാഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈനോക്സിന്റെ ഈ ഒരു ബാഗാണ് വരുന്നത്, നാവിഗേറ്റർ എന്ന് പറയും. ഇത് വന്നിട്ട് 2200 റേഞ്ച് ആണ് വരുന്നത്. അത് എത്ര ലിറ്റർ? ഇത് ഏകദേശം 8 ലിറ്റർ വരുന്നത്. നമ്മൾ കുറച്ചത് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ്. പിന്നെ ഇത് മാഗ്നറ്റിക്കാണ് വരുന്നത്, നമുക്ക് ഒട്ടിച്ച് വെക്കാവുന്ന സ്ട്രാപ്പ് വരുന്നുണ്ട്. ഇത് സ്ട്രാപ്പ് വരുന്ന ബാഗുകളും ഉണ്ട്. അടുത്ത ബാഗ് തൊട്ട് ഈ ഒരു ബാഗ് തൊട്ട് അങ്ങോട്ട് സ്ട്രാപ്പ് വരുന്നത്, ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ബാഗ് തൊട്ട് അങ്ങോട്ടൊക്കെ നമുക്ക് മാഗ്നറ്റും ആണ്, അതിന് കൂടുതൽ സ്റ്റാർട്ട് ചെയ്യാൻ ടൈപ്പ്. അപ്പോൾ ഏത് ടാങ്കിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു മോഡലും വരുന്നുണ്ട്, ഈ ഒരു മോഡലും അങ്ങനെ തന്നെ, ഈ ഒരു മോഡൽ തന്നെ. അപ്പം റൈനോസിന്റെ 3 ടൈപ്പ് ബാഗുകൾ നമ്മുടെ ഇരിപ്പുണ്ട്. അപ്പോൾ വാട്ടർ പ്രൂഫ് ആണോ? അത് വേറെ കവറുണ്ടോ? റെയിൻ കവർ വരുന്നുണ്ട് അതിനകത്ത്, ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളി വാട്ടർ പ്രൂഫ് ആവും. പിന്നെ അവരുടെ തന്നെ ടെയിൽ ബാഗുകളൊക്കെ വരുന്നുണ്ട്. ഇതെങ്ങനെ അറേഞ്ച്? ഗ്രാബ് എന്ന് പറഞ്ഞ ടെയിൽ ബാഗ് വരുന്നുണ്ട്. ഇത് വന്നിട്ട് 3950 വരുന്നത്. ബാഗ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫോട്ടോഗ്രാഫിനെ കൊണ്ട് ഉപയോഗിക്കുന്നതും പിന്നെ പെട്ടെന്നുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടി, അതായത് ഇപ്പം എന്താ പറയുന്നത്, നമ്മുടെ ഇപ്പോൾ വണ്ടിയുടെ ഇത് വെക്കാൻ വേണ്ടി ഡോക്യുമെന്റ് വെക്കാൻ വേണ്ടിയുള്ളതാണ്. അക്വ പൗച്ചാണ് 1350 റേഞ്ച്. 1350 റേഞ്ച്. നിങ്ങൾക്ക് വേറെ ബ്രാൻഡ് ചെയ്യുന്നില്ല? റൈനോക്സ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? റൈനോക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ BIKERന്റെ ബാഗുകളൊക്കെ ചെയ്യുന്നുണ്ട്, BIKER പൗച്ച് ബാഗുകളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബാഗുകൾ തന്നെയാണ്. കാരണം അതിന് സിബ് വരെ BIKER സിബ് എന്ന് പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റിയുള്ള സിബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഈ ടെയിൽ ബാഗ് ആണെങ്കിൽ പോലും നമുക്ക് വണ്ടിയിൽ വെക്കുന്നതിന് എക്സ്ട്രാ ഒരു ഇപ്പോൾ കെട്ടി വെക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ തന്നെ എല്ലാ സ്ട്രാപ്പുകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടിയെ വെച്ച് ജസ്റ്റ് സ്ട്രാപ്പ് ചെയ്താൽ മതിയോ, ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. എക്സ്ട്രാ ബഞ്ചിക്കോണിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അല്ലാതെ ഉപയോഗിക്കാം, വണ്ടി വെച്ചിട്ട് നേരെ എടുത്തുകൊണ്ട് പോയി അങ്ങനെ ഉപയോഗിക്കാം. നമ്മൾ തോട്ടത്തിൽ യൂസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ. ഈ ഹെൽമെറ്റ് ഒക്കെ ഏത് റേഞ്ച് വരുന്നത്? ഓഫർ വന്നിട്ട് MJD ഫാൽക്കൺ എന്ന് പറഞ്ഞ മോഡൽ വരുമ്പോഴേക്കും 7250 റേഞ്ച് വരുന്നത്. ഇതിനിപ്പോൾ ഓഫ് റോഡ് എന്നാണോ പറയേണ്ടത് അതോ ഓഫ് റോഡ് ടൈപ്പ് ഹെൽമെറ്റ്? ഓഫ് റോഡ് തന്നെയാണ്. ഈ ഡ്യുവൽ പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് വൈസർ വരുന്നതിനാണ്. പിന്നെ സബ് ബട്ടർ ഉണ്ട് LS-ന്റെ, ഇത് വന്നിട്ട് 11,200 പ്രൈസ് വന്നിട്ട്. അപ്പോൾ ഇതിന്റെ ഗുണം തന്നെ ഇത്രയും വില വരുന്നില്ല? അതായത് പാഡിങ് കൊള്ളാന്നാണോ? പാഡിങ് നല്ല പാഡിങ് വന്നേക്കുന്നത്. പിന്നെ ഷെല്ലിന്റെ അറിയാമല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്റ്റഡ് പോളികാർബണേറ്റ് ഷെല്ലാണ് വന്നേക്കുന്നത്. അതുപോലെയാണ് പാഡിങ്, അത് ആന്റി ബാക്ടീരിയലും ആന്റി അലർജറ്റിക് ആയിട്ടുള്ള പാഡിങ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഓഫ് റോഡ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വെയിറ്റ്ലെസ് ആണ്. വെയിറ്റ് ഭയങ്കരമായിട്ട് കുറവാണ് ഈ ഒരു മോഡൽ ഹെൽമെറ്റുകൾക്ക് വരുന്നത്, അതിന്റെ പ്രത്യേകത. പിന്നെ ഡബിൾ ഡിയറിംഗ് ആണ് വന്നേക്കുന്നത്, കുറച്ച് സേഫ്റ്റി, നല്ല സേഫ്റ്റി, സെക്യൂരിറ്റി ആയിരുന്നു. ഇതെല്ലാം അങ്ങനെ ഡബിൾ ഡിയറിംഗ് അല്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മോഡൽസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 399 റേഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ബ്രാൻഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് റൈഡർ ഗ്ലൗകളുണ്ട്. റൈഡർ ഗ്ലൗ വരുമ്പോഴേക്കും 1599 വരുന്നുണ്ട്. അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇതൊരു നമുക്ക് MX, അതായത് നമ്മൾ ഓഫ് റോഡ് ഗ്ലൗവിനൊക്കെ ആയിട്ട് ഉപയോഗിക്കണം. പിന്നെ സ്കിമിറ്ററിന്റെ മോഡൽസ് ഉണ്ട്, 1550 ഈ ഒരു മോഡൽ വരുന്നുണ്ട്. റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലൗകളാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ അങ്ങോട്ട് നമുക്ക് റൈനോക്സിന്റെ ഗ്ലൗകൾ വരുന്നുണ്ട്. പിന്നെ
LGT എന്ന് പറഞ്ഞ റൈനോക്സിൻ്റെ പ്രത്യേകത റൈനോക്സിൻ്റെ സി സർട്ടിഫിക്കേഷനുള്ള ഗ്ലൗകളാണ് റൈനോക്സ് വരുന്നത്. റൈനോക്സിൻ്റെ ഈ ഒരു ഹാഫ് ഗ്ലൗ വരുന്നുണ്ട്. പിന്നെ അവരുടെ തന്നെ സെമി ഗ്ലൗകൾ വരുന്നുണ്ട്. ഈ ഒരു ടൊർണാഡോ എന്ന് പറഞ്ഞ ഈ ഒരു ഗ്ലൗ വരുന്നുണ്ട്, സെമിയ വരുന്നത്. പിന്നെ അവരുടെ ഫുൾ ഗോണിട്ട് വരുന്നുണ്ട്. റൈനോക്സിൻ്റെ തന്നെ ഫുൾ ഗോണിട്ട് വരുന്നുണ്ട്. ഇത് വന്നിട്ട് 5,000 വരുന്നത്. 5,000 ഫുൾ ഗോണിട്ട് സ്റ്റാർട്ടിങ് ഫുൾ ഗോണിട്ട് വരുന്നത് നമുക്കൊരു XTSന്റെ ഗ്ലൗവൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 3,250 റേഞ്ചിൽ ഈ ഒരു മോഡലാണ്. എല്ലാ പ്രൊട്ടക്ഷനൊക്കെ വരുന്നത്. XTS എന്ന് പറയുമ്പോൾ റൈനോക്സിൻ്റെ സബ് ബ്രാൻഡാണ് വരുന്നത്. അതാണ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് റൈനോക്സിനെ കാണിച്ചു. അസ്പ്രേക്കകത്തിലുണ്ട്. അസ്പ്രേ മോഡൽ വരുന്നുണ്ട്. അരേസ് എന്ന് പറഞ്ഞിട്ട് അതിന് 3,525 റേഞ്ചാണ് വരുന്നത്. ഫുൾ ഗോണിട്ട് വരുന്നുണ്ട്. അവരുടെ വേറെ ഗ്ലൗകളുണ്ട്. പിന്നെ നമുക്ക് ട്രാക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഷിമ വരുന്നുണ്ട്. 6,000 റേഞ്ചാണ് വരുന്നത്. ആ റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റേഞ്ച് പിന്നെ MX ഗ്ലൗകളൊക്കെ വരുന്നുണ്ട്. 2,900 ഗ്ലൗ വരുന്നുണ്ട്. ഇതും കൂടുതലും നമ്മൾ പറഞ്ഞ പോലെ ഓഫ് റോഡോ അല്ലെങ്കിൽ അതുപോലുള്ള ഇതിനെ ഉപയോഗിക്കുന്നത്. പിന്നെ വാട്ടർ പ്രൂഫ് വരുന്നുണ്ട്. വാട്ടർ പ്രൂഫ് റൈഡയുടെ ഗ്ലൗകൾ വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന റൈഡയുടെ ഈ ഗ്ലൗ വരുന്നത് 2,750 റേഞ്ച് വരുന്നുണ്ട്. പിന്നെ കാണിച്ച ഷിമയുടെ ഗ്ലൗകളും വരുന്നുണ്ട്. 4,000 ആ റേഞ്ചൊക്കെ വരുന്ന ഷിമയുടെ ഗ്ലൗകളും വരുന്നുണ്ട്. ആ റേഞ്ചിലാണ് വരുന്നത് ഗ്ലൗകൾ. പിന്നെ നമുക്ക് നീഗാർഡ്സ് ഒക്കെ വരുന്നുണ്ട്. നീഗാർഡ് എല്ലാ റേഞ്ചിലും ഉണ്ട്. നീഗാർഡ് ഇപ്പോൾ 1,550 റേഞ്ചിലും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ നമുക്ക് നടക്കാനും, അതായത് ഉപയോഗിച്ച് നടക്കാനും ഒക്കെ പറ്റുന്നതും കുറച്ചൊരു ബെൻഡാവുന്നു ബയോണിക്കായിട്ട് വരുന്ന അസ്പ്രേയുടെ സാധനങ്ങളും വരുന്നുണ്ട്. ഇത് വരുമ്പോഴേക്കും 3,675 റേഞ്ച് വരും. നല്ല പ്രൊട്ടക്ഷൻ വരുന്ന നീഗാർഡാണ് വരുന്നത്. കുറച്ചുകൂടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് മറ്റേത് കുറച്ചുകൂടെ റിജിഡായിട്ട് നിൽക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ നടക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ്. ഇവിടെ ഇങ്ങനെ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ചുകൂടെ അതെ ഈ ഒരു ബെൻഡായിട്ട് വരുന്ന ടൈപ്പാണ് വരുന്നത്. കംഫർട്ടൊക്കെ ആയിട്ട് നല്ല. ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവല്ല മഞ്ഞാടിയിലാണ്. മോട്ടോറെവ്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പം കമ്പനിൻ്റെ ജാക്കറ്റിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാ ബ്രാൻഡും മിക്ക ബ്രാൻഡുകളും തന്നെ വന്നിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡ് ആയിക്കോട്ടെ, ഇന്ത്യൻ ബ്രാൻഡ്സ് ആയിക്കോട്ടെ, മിക്ക ബ്രാൻഡുകളും തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം 5,000 രൂപ മേളിൽ, അതായത് 5,000 രൂപ മേളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ബജാജ് ഫിനാൻസറിയുടെ EMI സ്കീമും വന്നിട്ടുണ്ട്. അതായത് നമുക്ക് EMI ആയിട്ട് പയ്യെ നമുക്ക് തുക അടച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഹെൽമെറ്റ് ആയിക്കോട്ടെ, ജാക്കറ്റ് ആയിക്കോട്ടെ നമുക്ക് മേടിക്കാവുന്നതാണ്. ഷോപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഇപ്പം എന്തെങ്കിലും ഹെൽമെറ്റിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ റൈഡിംഗ് ഗിയേഴ്സിൻ്റെ വില വല്ല അറിയണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി.